ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസമായില്ലേ പോയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ വലിയ സുഖമല്ല എന്നൊക്കെ പറഞ്ഞ് വോയിസ് കേട്ടിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചും ചെയ്തിട്ടുണ്ടായിന്, എന്താ നിങ്ങൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്താ അറിയില്ല, ഒരു പനിയൊന്നുമില്ല കേട്ടോ. പനിയാണോ എന്നൊക്കെ ചോദിച്ചിന്. പനിയൊന്നുമല്ല, ഒരു ഉഷാറ് കുറവ് അത്ര ഉള്ളതിന്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ച തന്നെയാണ് കേട്ടോ കാറ്ററിംഗ് ഉള്ളതും. അപ്പോൾ ഇത് ബുധനാഴ്ച രാത്രി എടുത്ത വീഡിയോ ആണ്. പത്തിരിയും നൂൽപുട്ടും പിന്നെ ചിക്കൻ കുറുമയും പിന്നെ ബീഫ് വരട്ടും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ. അപ്പോൾ പത്തിരി ഞാൻ രാത്രിയിൽ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. രാത്രി നമ്മളെ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ മക്കളെ ഫുഡ് കൊടുക്കലും മക്കൾക്ക് ഫുഡ് കൊടുക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത്. രാവിലെ പത്തിരി പണിക്ക് നിന്നാലേ ടൈം പോണത് അറിയില്ല. പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ആകുമ്പോൾ അതാണ് ദമ്മ് ഇട്ടാൽ മാത്രം മതി. പിന്നെ അതിലേക്കുള്ള സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതാവുമ്പോൾ അങ്ങനെയല്ലല്ലോ, കുറേ വേറെ ഐറ്റംസ് അല്ലേ. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മളെ കൈയെത്തും വേണ്ടേ. അപ്പോൾ പിന്നെ പത്തിരിപ്പണി രാത്രി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് മസാല കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ മസാലകളൊന്നും ഇടുന്നില്ല, ബാക്കി രാവിലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഐറ്റംസൊക്കെ രാവിലെ ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇതിക്ക് മുട്ട അതേപോലെ തന്നെ കോൺഫ്ലവർ അതൊക്കെയല്ലേ ചേർക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെയാണ് ചേർക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു മസാലയിൽ അങ്ങനെ ചിക്കൻ ഇട്ടുകൊണ്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഫ്രീസറിൽ സ്ഥലമല്ല കേട്ടോ വെക്കാൻ. ഫ്രീസറിൽ നമുക്ക് ബീഫും ഉണ്ട്, അതേപോലെ തന്നെ രാവിലെ ചിക്കൻ കുറുമ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള കുറുമക്കുള്ള ചിക്കനും ഒക്കെ ഉണ്ട്. പിന്നെ ഇതും കൂടെ ഇനി ഫ്രീസറിൽ വെക്കാൻ സ്ഥലമല്ല. അപ്പോൾ ഇത് കുറച്ച് മസാല തേച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇത് ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ അലുമിനിയം ചെമ്പിൽ മസാല കൂട്ടി വെക്കാൻ പറ്റില്ല കേട്ടോ. അത് ഞാനിങ്ങനെ കുറച്ച് വട്ടമുള്ള പാത്രം എടുത്തതാണ്. പിന്നെ മസാലയൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ ആക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അപ്പോൾ അതായാലും മസാലയൊക്കെ തേച്ച് പിന്നെ സ്റ്റീലിൻ്റെ ചെമ്പക്കാക്കിയിട്ട് ഞാൻ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പൊടി വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പിന്നെ വെള്ളം കളന്നാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് 2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ പൊടി. അപ്പോൾ ഞാൻ നമ്മളെ ചായപാത്രത്തിൽ ഇങ്ങനെ അളന്നിട്ടാണ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 1.25 പാത്രം പൊടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് അതേ ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ 1.25 പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് പോരാ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ എനിക്കറിയാം ചിലപ്പോൾ വെള്ളം പോരായിക്ക് വരുമെന്ന്. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു പാത്രത്തിൽ വേറെ വെള്ളം വെച്ച് ഇനി വേണമെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട്. പൊടി വാട്ടണ വെള്ളത്തേക്ക് ഉപ്പിട്ട് കൊടുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ആകുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുറേ നേരം കുഴച്ചെടുക്കൊന്നും വേണ്ട, എളുപ്പം ആയിക്കിട്ടും കേട്ടോ. അതേപോലെ ഈ ഒരു പത്തിരി ഷീറ്റിക്ക് ഇങ്ങനെ മാവ് ഇട്ട് കൊടുത്താണ്ടേ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പം ആവും കേട്ടോ കുഴ. കൈ പൊള്ളില്ല, നല്ലോണം ബലം പിടിച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമല്ല. നല്ല സോഫ്റ്റ് ആട്ടോ ഈ ഒരു മാവ്. പൊടിയൊക്കെ നല്ലോണം വെന്തതുകൊണ്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ പത്തിരി കുഴക്കലൊക്കെ കഴിയും. പിന്നെ എന്നാൽ അത്ര പെട്ടെന്നൊന്നും കഴിയൂല കേട്ടോ. കുറച്ച് തോന്നല്ലേ നമ്മളിത് 2 കിലോൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇത് ഞാൻ ഒറ്റക്കല്ലേ ഒക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇങ്ങനെ കുഴച്ചാണ്ട് ഇങ്ങനെ ബോൾസാക്കി വെക്കാട്ടോ ചെയ്യണത്. അല്ലാതെ നമ്മൾ ഒക്കെ കൂടെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ തലപ്പിരാന്ത് വരും. പിന്നെ പത്തിരിൻ്റെ ഓർഡർ ഞാൻ അങ്ങനെ എടുക്കലില്ല കേട്ടോ. പത്തിരിനോട് ചില ആൾക്കാരൊക്കെ പറയലുണ്ട് പത്തിരി ഉണ്ടാക്കി കൊടുക്കാൻ. പക്ഷേ പത്തിരി എന്താ പറയുക, പത്തിരിമ്പോൾ നമുക്ക് കുറേ പണിയാണ്. അപ്പോൾ ഒറ്റക്കൊന്നും ആകുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഓർഡർ വന്നിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഇത്തയാണ്. അപ്പം എന്നോട് പത്തിരി കുറച്ച് ഉണ്ടാക്കി കൊണ്ടുവരി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പത്തിരിക്കുള്ള ബോൾസൊക്കെ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കുറേശ്ശെ പൊടി കുഴച്ചെടുത്താണ്ടാണ് കേട്ടോ ഒക്കെ ബോൾസാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കണം. അപ്പോൾ ഒക്കെ ഞാൻ ഇപ്പോൾ ബോൾസാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മാവ് ഇങ്ങനെ തുറന്ന് വെച്ചാൽ മാവ് ഡ്രൈ ആവും. അപ്പോൾ ഇനി പത്തിരി പ്രസ്സിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ എൻ്റെ പ്രസ്സിൽ ശരിക്കും അങ്ങോട്ട് പരക്കൂല, അത്രേ പരക്കുള്ളൂ. പിന്നെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ നല്ല നൈസ് പത്തിരി ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിത് പരത്തിയെടുക്കുകയാണ് കേട്ടോ ഒക്കെ. ഇത് പരത്താൻ എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ. പരത്താൻ ഇങ്ങനെ പ്രസ്സിലിട്ട് കുട്ടികൾ പരത്തി തരും ആരെങ്കിലുമൊക്കെ.
അപ്പോൾ അങ്ങനെ പരത്തി തന്നാൽ പിന്നെ കുഴലുകൊണ്ട് പരത്താൻ വലിയ പണിയൊന്നുമില്ല, എളുപ്പമാവും. ഇത് ചൂടാനാണ് പിന്നെ ഉള്ള പണി. അപ്പം ഞാൻ എന്താ കാട്ടുന്നത് വെച്ചാൽ ഇത് പരത്തണീൻ്റെ അടിയിൽ തന്നെ ഇത് ചൂടും ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ കൂടെ കുന്നുകൂടി കാണുമ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ പുറത്തേക്കും കൂടി ഇറങ്ങാൻ പറ്റില്ല. രാത്രിയാണ് ഞാൻ അത് ചെയ്യണത്. പുറത്തടുപ്പത്താവുമ്പം നമുക്ക് വലിയ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചാണ്ട് 2 മൂന്നെണ്ണോ 4 ഒക്കെ ചുട്ടെടുക്കുക ചട്ടിയിൽ. ഇതിപ്പോൾ ഗ്യാസുമലാണ് ഞാൻ ചുട്ടെടുക്കണത്, ഓരോന്ന് ചുട്ടെടുക്കണ്ടേ. അപ്പോൾ ഇതിങ്ങനെ പരത്തണീൻ്റെ അടിയിൽ തന്നെ ചൂടും ചെയ്താൽ അതാണ് കഴിഞ്ഞോളൂ എന്ന് വിചാരിച്ച് എന്താ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ ചുട്ടിട്ടോ. പരത്തണോണ്ട് ചൂടിനോണ്ട് പിന്നെ വീഡിയോ എടുക്കലും പണിയെടുക്കലൊക്കെ നമ്മൾ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഒക്കെ കൂടെ ഒന്നും വീഡിയോയിൽ കാണിക്കാനും കഴിയൂല, അല്ലെങ്കിൽ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലുമാണ്. അപ്പോൾ പത്തിരിയൊക്കെ അത്രയും ചുട്ടിട്ടുണ്ട്, ഒക്കെ ചുട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 12:30 ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടക്കും വേണ്ടേ, നേരത്തെ എണീക്കും വേണം. അപ്പോൾ ഞാൻ ഇത് ചൂടാറാൻ വേണ്ടിയാണ്ട് വലിയ ഒരു ചെമ്പിൻ്റെ അടപ്പൊക്കെയാണ് ഇട്ട് കൊടുത്തിന്. ഇതപ്പോൾ ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ്. അങ്ങനെ പത്തിരിപ്പണി കഴിഞ്ഞു. പിന്നെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടെന്ന്. നേരത്തെ പറഞ്ഞാൽ 4 മണിക്കൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, 5 മണിയൊക്കെ ആയിട്ട് തന്നെയാണ് എണീറ്റിക്കുന്നത്. പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ അതാ കിച്ചണിൽ വന്ന് ഇനിയിപ്പോൾ നമ്മൾ ചിക്കനിൽ ഇന്നലെ കുറച്ച് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിക്കുള്ള ബാക്കിയുള്ള മസാല ആദ്യം ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെമ്പക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെന്താ ഗരം മസാല ഇട്ടിക്കണം, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചത്, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നാരങ്ങനീര്, കോൺഫ്ലവർ, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒക്കെ പാടെ ചേർത്ത് 2 മുട്ടയും ചേർത്താണ്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല മുളകും ഉപ്പൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ചിക്കന് അതിൽ ഇട്ട് കൊടുത്തു. പിന്നെ നല്ലോണം കുഴച്ചൊക്കെ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. ഇനി സമയം പോണത് അറിയില്ല കേട്ടോ. പിന്നെ 10-11 മണിയാകുമ്പോഴത്തേന് ഫുഡ് ആവും വേണം. അപ്പോൾ ഞാൻ അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കണം. അപ്പോൾ അതാണ് കേട്ടോ ഇനി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഏലക്ക, കറാമ്പൂ, പട്ട, ബേ ലീഫ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. പിന്നെ ഒരു 5 സവാള അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ പാത്രം എന്താ വെച്ചിരിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ, നമുക്ക് വലിയ ചെമ്പിലാണ് നമ്മൾ കറി ഉണ്ടാക്കുക. ഇത് ഞാൻ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വലിയ ചെമ്പ് വെച്ചാൽ ചൂടായി കിട്ടാൻ കുറച്ച് ഗതികേടാണ്. അപ്പം ഇതിലൊക്കെ വഴറ്റിയെടുത്തിട്ട് പിന്നെ വലിയ ചെമ്പ് കാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ടുണ്ടേനി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഈ പാത്രം നല്ല ചൂടുണ്ടാവും, അപ്പം എളുപ്പം സവാളയൊക്കെ വഴന്ന് കിട്ടും. അങ്ങനെ കരിയൂല്ല ചെറിയ തീയിലിട്ട് വെച്ചാൽ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പണികളൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ രാത്രിയിൽ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിനും. അപ്പോൾ അതിന് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് നമുക്ക് ബീഫൊക്കെ എന്തായാലും വേണം ചെറിയ ഉള്ളി. അപ്പോൾ ഞാൻ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് രാത്രി തന്നെ റെഡിയാക്കിന് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇതിൽ കൊടുത്താണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടാണ്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കറി കുറുമക്കറിയല്ലേ, അപ്പോൾ കുറച്ച് നല്ലോണം കുറുകി കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 2.5 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ കുറുമ ഉണ്ടാക്കുന്നത്. 2 കിലോ ചിക്കനോടാണ് നമുക്ക് കറി വേണ്ടത്. ഒരു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറി നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളെ മക്കൾക്കും വേണ്ട ഫുഡ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇനി വേറൊരു ഫുഡ് ഉണ്ടാക്കൽ നടക്കൂല. അപ്പോൾ ഞാൻ അതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറുമ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുറുമ മസാല ചേർക്കുമ്പോഴേ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്തുന്നുള്ളൂ കേട്ടോ നേരത്തെ. പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് ഒക്കെ ഇതിൽ തന്നെ വരുന്നതാണ്. പിന്നെ കുരുമുളക് പൊടി അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ഹോം ഷോപ്പത്തെ കുറുമ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പകുതി അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 തക്കാളി, വലിയ 2 തക്കാളിയാണ് കേട്ടോ, അത് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇതിവിടെ അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ അതും ഇടയ്ക്കൊന്ന് പോയി ഇളക്കി കൊടുക്കുന്നുണ്ട്. തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തണുണ്ട്.
അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കൽ തന്നെയല്ലേ, കുറേ അയക്കണം അടുപ്പ് കത്തിച്ചിട്ട്. അപ്പോൾ അതിനിടയ്ക്കൊന്ന് തീയൊന്ന് നീക്കി കൊടുത്താൽ മതി, പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കും ചെയ്താൽ മതി, അതവിടെ കടന്നിട്ട് വന്നോളും. ഇനി നമുക്ക് കുറുമ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ കുറുമ മസാല ഇപ്പം ഉണ്ടാക്കിയല്ലോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്, അത് ഞാനൊരു ചെമ്പക്ക് ഇട്ട് കൊടുത്തിട്ടു. അപ്പം ചെമ്പക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്താണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം, എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്തു. എന്നിട്ട് ഇതാ കഴുകി വെച്ച ചിക്കനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മസാല ഇല്ല എന്നൊക്കെ തോന്നും, മല്ലിപ്പൊടിയും ഒന്നും ഇതിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. ഇനി ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടെ കുറുമ മസാല ഇതിക്ക് ചേർക്കാനുണ്ട്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് അതിക്കുള്ള ഉപ്പൊക്കെ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് കുറവാണ്. അപ്പോൾ ചിക്കനും വെള്ളം പൊടിഞ്ഞ് വരും, അപ്പോൾ ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, പിന്നെ നമുക്ക് തേങ്ങ അരച്ചതൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടേനും, പിന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് കിഴങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 കിഴങ്ങ്, കുറച്ച് വലിയ കിഴങ്ങ് എടുത്തുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിഴങ്ങ് ചേർക്കുമ്പോഴേ കറി ഒന്ന് കുറുകി വരാനൊക്കെ നല്ലതാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം കിഴങ്ങും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങൻ്റെ പകുതിയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി കേട്ടോ, ഞാൻ തേങ്ങ അരച്ചാണ്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ അരക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് അരക്കണം, തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങ അരച്ചത് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനാവില്ല വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാട്ടോ തേങ്ങയൊക്കെ അരച്ച് തന്നെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, രാവിലെ ചിലപ്പോൾ അങ്ങനെയാണ്, എപ്പോഴും പോയി വന്നു അങ്ങനെ നിൽക്കും. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചാൽ പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ, കറണ്ട് പോയാലും പിന്നെ പേടിയില്ല. അപ്പോൾ അതൊക്കെ അരച്ച് ഞാൻ പാത്രത്തിലാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ഒരു ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ നമ്മൾ കുറുമക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം, അതും ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നൂൽപുട്ടും വേണം ഉണ്ടാക്കുക. അപ്പം ഓരോന്നിങ്ങനെ ചെയ്ത് വെച്ചാൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, സമയത്തിന് ഫുഡ് ആവില്ല എന്നതിൻ്റെ ഒരു ബേജാറേക്കാറ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഈ കാറ്ററിങ്ങിനൊക്കെ ഫുഡ് കൊടുക്കാൻ നമ്മൾ ഏറ്റ് കഴിഞ്ഞാൽ അതാണ് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ നോക്കണം. നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരു നിൽക്കരുത്. ഓരോ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും, അപ്പം എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഓരോ വീട്ടിലേക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു സമയത്ത് ഫുഡ് കറക്റ്റ് സമയത്ത് കൊടുക്കണമെങ്കിൽ നമ്മളത് കൊടുക്കണ്ടേ, നമ്മളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കണമല്ലേ. അപ്പം എന്തായാലും ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ കൊടുക്കാൻ നോക്കലുണ്ട് കേട്ടോ. എൻ്റെത് അങ്ങനെ സമയമൊന്നും വൈകലില്ല, അപ്പോൾ ഒരു ബേജാറാണ് സമയത്തിനാവൂലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ഓരോന്ന് അങ്ങനെ ചെയ്യാണ്. ചിക്കൻ പിന്നെ ഫ്രൈ ചെയ്യാൻ എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അതിൻ്റെ അടിയിൽ നമുക്ക് ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ കുറുമക്കറി ഇതാ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കുറുമ മസാല കുറച്ച് ബാക്കി വെച്ചിരുന്നല്ലോ, അത് അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് വെച്ചിരുന്നല്ലോ, ആ അരപ്പും അതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. ഇനി ഒന്നിങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടീനി കേട്ടോ, അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടതിന് ശേഷമാണ് പിന്നെ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചത്. പിന്നെ വീണ്ടും ബീഫ് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ബീഫ് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. പിന്നെ അതാ അതിൻ്റെ അടിയിൽ ചിക്കനൊക്കെ വറുത്ത് കോരുന്നുണ്ട്. പിന്നെ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ടേന്, അങ്ങനെ നൂൽപുട്ടും ചുറ്റിയെടുക്കുന്നുണ്ട്. നൂൽപുട്ട് ചുറ്റാൻ എളുപ്പമാണ് കേട്ടോ, ഈ ഒരു മരത്തിൻ്റെ അച്ചായതുകൊണ്ടേ ഒരുപാട് ബലം പിടിച്ചാണ്ട് ചുറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ബലം കൊടുത്താൽ മതി, ഒരുപാട് ഇങ്ങോട്ട് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇത് പിന്നെ 6 പ്ലേറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം 6 പ്ലേറ്റിക്കും ആദ്യം ഇതേപോലെ ഒന്ന് പീച്ചി കൊടുക്കും, എന്നിട്ട് 3 എണ്ണം വേവിക്കാൻ വെക്കും. പിന്നെ അത് വെന്ത് വരുമ്പം ബാക്കിയുള്ള 3 എണ്ണത്തേക്കും കൂടെ മാവ് ആക്കി വെക്കും. അങ്ങനെ എളുപ്പം തീരും കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ വേവിക്കാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനെ വലിയ ഉരുളിയിലൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും, ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ.
എൻ്റെ അടുത്ത് അങ്ങനെ വലിയ ഉരുളിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് 4 കിലോ ചിക്കൻ ഫ്രൈക്കുള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എത്ര പ്രാവശ്യം 3-4 പ്രാവശ്യം ആക്കിയിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ആ എണ്ണയ്ക്ക് കുറച്ച് കറിവേപ്പിൻ്റെലയും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതൊക്കെ ചേർത്തിട്ടുണ്ടായിന്. പിന്നെ അതേപോലെ പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. അതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊടുത്താൽ മതി. അതേപോലെ നാരങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഇനി കൊണ്ടുപോകാൻ സമയത്ത് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അതവിടെ മാറ്റി വെച്ചു. പിന്നെ നൂൽപുട്ട് ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ബീഫ് ഞാൻ വേവിച്ചപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. അങ്ങനെ വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചാണ്ടായി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല, ഇനി ഒന്നും വഴറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി തോലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയിട്ടൊന്ന് കുത്തിയിട്ട് അതൊക്കെ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മസാലപ്പൊടികളും ചേർക്കുന്നുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ബിരിയാണി മസാലയും കുരുമുളക് പൊടി ഒക്കെ ഇതിക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടാണ് അത് ചേർക്കണത്. പിന്നെ അതിന് മുന്നേ കുറച്ച് പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണുണ്ട്. ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടത്. ഇനി മസാലപ്പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ സമയക്കുറവ് കാരണം ഒക്കെ കൂടെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണ്ടേ, അപ്പം ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് തന്നെ അതിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അടുപ്പിൽ നല്ലോണം കനലുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ അത് അടുപ്പത്ത് കിടക്കണം കേട്ടോ, എന്നാലുള്ളൂ ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല ഉഷാറായിട്ട് വരിക. പിന്നെ മസാലപ്പൊടികളൊക്കെ ബീഫിലൊന്ന് പിടിക്കും വേണ്ടേ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് സമയം അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ ബീഫിൻ്റെ പരിപാടിയും ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. പിന്നെ നമ്മൾ കുറുമക്കറി ഒന്ന് നെയ്യിലൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇതിക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴുള്ളൂ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്കൊരു 2.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 6 kg നെയ്യാട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറുമക്കറി ഉണ്ടാക്കൽ എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ തേങ്ങ അരച്ചത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തില്ല, ചിലപ്പോൾ അതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒന്ന് ഞാൻ തേങ്ങ അരച്ചതാണ് കേട്ടോ ഒഴിച്ചിരിക്കണത്. അത് അണ്ടിപ്പരിപ്പും തേങ്ങയും ഒപ്പം ഇട്ടുകൊണ്ട് അരച്ചെടുത്തുകയും ചെയ്തു. പിന്നെ അതിൻ്റെ പാലെടുക്കാനൊന്നും സമയവും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ തേങ്ങ അരച്ചത് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാനി നമുക്ക് ഈ ഒരു നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ ഇതിക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതേ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കണതിൻ്റെ മുന്നേ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഞാൻ ചേർത്തിന്. അതേപോലെ പിന്നെ മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അത് രണ്ടും വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ തക്കാളി ചേർത്തതുകൊണ്ടാണ് തൈര് ചേർക്കാഞ്ഞത്. ഇല്ലെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ തക്കാളിക്ക് അത്യാവശ്യം പുളിയുള്ള തക്കാളി നമ്മൾ ചേർത്തിനത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തൈര് ചേർക്കാഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഞാൻ പിന്നെ പെട്ടിയിലാക്കിയിട്ടൊന്നും അല്ല കേട്ടോ കൊടുക്കണത്, നമ്മളെ പാത്രത്തിലാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാ ബീഫ് ഞാൻ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ വെട്ടി വെച്ചിനി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടാൻ മറന്നതാണ്. ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെയാണ് അടച്ചു കൊടുത്തും ചെയ്തു. ബീഫൊക്കെ തണുത്താൽ പിന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിന് കേട്ടോ, ബീഫ് തണുത്തൊക്കെയാണെങ്കിൽ ചൂടാക്കിക്കൊണ്ട് കഴിക്കണ സമയത്ത് എന്നുള്ളത്. ആ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഇനിയിപ്പോൾ സവാള വെട്ടി വെച്ചതൊക്കെ ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 നാരങ്ങയും കട്ട് ചെയ്ത് വെച്ചിനും അതും അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോഴേ കുറേ കൂട്ടുകാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിന് കേട്ടോ, അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് കാര്യമായിട്ടുള്ള വലിയ അസുഖമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് തന്നെ അറിയൂല. എന്താ വെച്ചാൽ ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് കയ്യും കാലും കുഴയുക അങ്ങനത്തെ പ്രശ്നമാണ് കേട്ടോ. അല്ലാതെ പനിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്കൊന്നിനും ഒരു മൂടുണ്ടാവില്ലല്ലോ ചില സമയത്ത്. അങ്ങനെ കേട്ടോ, അങ്ങനത്തെ പ്രശ്നമുള്ളൂ. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല ഇനി. അപ്പോൾ കാറ്ററിങ് കിട്ടിയപ്പോൾ ഉഷാറായിട്ടോ. കാറ്ററിങ്ങൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഒക്കെ ചെയ്ത് കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഫുഡൊക്കെ റെഡിയായി ഒക്കെ ഞാൻ ഒക്കെ പാക്ക് ചെയ്തിട്ടോ. അപ്പോൾ കറിയും
അയലോക്കാർ ഞാൻ പാത്രത്തിക്കൊക്കെ കൊടുക്കാനുള്ള പാത്രത്തിക്കൊക്കെ ആക്കി. ഇനിയിപ്പോൾ നമുക്ക് പത്തിരിയും നൂൽപുട്ടും ആണ് പാത്രത്തിലാക്കാനുള്ളത്. പത്തിരിയും തന്നെ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പത്തിരി ഇങ്ങനെ ബലം വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നല്ലോണം വാട്ടി കുഴച്ച് പരത്തി ചുട്ട പത്തിരിയല്ലേ. നേരെ മറിച്ച് നമ്മൾ പ്രസ് തന്നെ, എൻ്റെ പ്രസ് അങ്ങനെയാണ് കേട്ടോ, പ്രസ് തന്നെ അമർത്തിയാണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്കൊക്കെ ചെറിയൊരു ബലം വെക്കും. ഇത് അങ്ങനത്തെ പ്രശ്നമല്ല കേട്ടോ, നമ്മൾ പരത്തി ചുട്ടതുകൊണ്ട്. അപ്പോൾ നമുക്ക് 85 പത്തിരി ഞാൻ കൊടുക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 30 നൂൽപുട്ടുമാണ് കേട്ടോ ഉള്ളത്. ബാക്കിയുള്ള പത്തിരി പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. മക്കൾ ഇതിൻ്റെ അടിയിൽ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കിയപ്പോൾ അതേമാതിരി ഞങ്ങൾക്ക് ഉള്ളത് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിന് കുറച്ച് മാറ്റി വെക്കുക ചെയ്തത്. ഒക്കെ കൂടെ നമുക്ക് വേറെയും പിന്നെ മറ്റേത് വേറെയും ഒക്കെ പാടെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് സമയത്തിനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് കുറച്ച് കറി ഞാൻ മാറ്റി വെച്ച്. അതിനുള്ള ചിക്കൻ നമ്മൾ ചേർത്തും ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ ഇത് എണ്ണണത് എന്താ വെച്ചാൽ പത്തിരി ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പൊട്ടിയതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതൊക്കെ പാത്രത്തിലാക്കും, മറ്റേത് നമുക്ക് വീട്ടിലെടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യൽ. അപ്പം ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം നൂൽപുട്ടും പത്തിരിയും അതുമൊക്കെ പാത്രത്തിലാക്കി ഒക്കെ റെഡിയാക്കി. അപ്പം ഇപ്പോൾ ഒരു പറഞ്ഞ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പണി ഞാൻ നേരത്തെ കഴിച്ചു, ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ പാത്രങ്ങൾ കണ്ടോ, ഈ തല മുതൽ ആ തല വരെ ഉണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ ഏതായാലും നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ റെഡി ആയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് ഒക്കെ അങ്ങനെ ചെയ്യാക്കം പോലെ ചെയ്യാം. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച്. അപ്പോഴത്തേന് പിന്നെ ഫുഡ് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ടേനി. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്തു. നമ്മൾ ഈ ഒരു കാറ്ററിംഗ് വീഡിയോ കാണുന്നതേ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലേ. ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് കാറ്ററിംഗ് വീഡിയോ മിസ് ചെയ്യണമെന്നൊക്കെ പറയലുണ്ട്. അപ്പം ഇപ്പോൾ കുറേ ആയി കാറ്ററിംഗ് കിട്ടിയിട്ടും. അപ്പം നമുക്കിപ്പോൾ വേറെ വർക്കൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒഴിവാക്കലാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ ഇന്നത്തെ കാറ്ററിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.